ജീവകാരുണ്യ മേഖലയിൽ പ്രശസ്തമായ മലപ്പുറം കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നു. ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ സംരക്ഷണത്തിനായി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കുകയാണ് പുതിയ പദ്ധതി 1 വർഷത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജി ജിദ്ദയിൽ പറഞ്ഞു. 2015-ൽ 6 ഡയാലിസിസ് മെഷീനുകളിൽ 21 രോഗികളുമായി പ്രവർത്തനം ആരംഭിച്ചതാണ് കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് ചാരിറ്റബിൾ സെന്റർ. ഇന്ന് 41 മെഷീനുകളിലായി 250ഓളം കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇതുവരെ 1,70,000-ഓളം ഡയാലിസിസുകൾ ഇവിടെ വെച്ച് പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കാൻ സാധിച്ചുവെന്ന് ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജി ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവകാരുണ്യ രംഗത്ത് കേരളത്തിൽ തന്നെ പ്രശസ്തിയാർജിച്ച ഈ കേന്ദ്രം ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കുകയാണ്. അതിനായി കൊണ്ടോട്ടി വെട്ടുകാട് 40 ബെഡുകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ആരംഭിക്കുകയാണ് അടുത്ത ലക്ഷ്യം. ജനുവരിയിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ തറക്കല്ലിടൽ കറക്കും. ആ തറക്കല്ലിടുകൊണ്ട് 1 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശം. അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ ആളുകളും ഭാഗങ്ങൾ സംഘടനകൾ വ്യക്തികളൊക്കെ സഹായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊരു വലിയ കേരളത്തിൽ തന്നെ ഏറ്റവും വേറിട്ടൊരു പ്രൊജക്റ്റായി അവതരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 34 കോടി രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത്. ശിഹാബ് തങ്ങൾ എംപവർമെന്റ് പാലിയേറ്റീവ് സോൺ അഥവാ സ്റ്റെപ്സ് എന്ന പേരിലാണ് പുതിയ പദ്ധതി. വൻ തുക പ്രവർത്തന ചിലവുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തക സംഘത്തിന് ഉദാരമതികളുടെ സഹായ സഹകരണം മാത്രമാണ് പ്രതീക്ഷ. വിവിധ തരക്കാരായിട്ടുള്ള ആളുകൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ ആധിക്യം കൊണ്ട് പ്രയാസം കൊണ്ട് ബന്ധുജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ആളുകൾ ഇവർക്കൊക്കെ അവരുടെ ശിഷ്ടകാല ജീവിതം വളരെ സന്തോഷകരമായ തരത്തിൽ ജീവിച്ചു തീർക്കാൻ അവിടെ ഞങ്ങൾ അവസരമൊരുക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. വൃക്കരോഗം വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണമായ കുടിവെള്ളത്തിലെ മാലിന്യത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള മൊബൈൽ വാട്ടർ അനാലിസിസ് ക്യാമ്പുകളും ഈ കേന്ദ്രത്തിന് കീഴിൽ സംഘടിപ്പിക്കാറുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ലബോറട്ടറി, ഫാർമസി, ഫിസിയോതെറാപ്പി എന്നിവയും വൃക്കരോഗം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക മൊബൈൽ ലബോറട്ടറിയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഡയാലിസിസ് ടെക്നോളജി ഉൾപ്പെടെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ, കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകുന്നതിനായി സൈക്കിൾ അസംബ്ലിംഗ് യൂണിറ്റ്, 200ഓളം രോഗികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം എന്നിങ്ങനെ നിരവധിയാണ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് ചാരിറ്റബിൾ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.